ഒലയും യൂബറുമൊക്കെ വരും മുമ്പേ ഓൺലൈൻ ടാക്സി സംവിധാനം സ്വന്തം രീതിയിൽ നടപ്പിലാക്കിയവരാണ് തിരുവനന്തപുരം വിളപ്പിൽശാലയിലെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ടെലിഫോൺ ബൂത്ത് എന്നതായിരുന്നു ആശയം. ഇന്ന് ഈ ബൂത്ത് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിന് വലിയ ഉപകാരമായിരിക്കുന്നു. ഹലോ, ഹോസ്പിറ്റലോ? എവിടെ നിൽക്കണേ? ഒ പിയുടെ അടുത്താണോ താഴെയാണോ? ശരി ശരി, ഇപ്പോൾ വരെ. ഓക്കെ. വിളപ്പിൽശാലയിൽ നിന്ന് 5 കിലോമീറ്റർ പരിധിയിൽ എവിടെ നിന്ന് വിളിച്ചാലും ഈ ഫോൺ വിളി കേൾക്കും. അതിന് പ്രത്യേക കാശൊന്നും ഈ ഓട്ടോ ചേട്ടന്മാർ വാങ്ങുന്നില്ല. 18 വർഷം മുമ്പ് തോന്നിയൊരു ആശയമാണ് ഈ ടെലിഫോൺ ബൂത്ത്. അത്യാവശ്യക്കാരെ സഹായിക്കലായിരുന്നു ലക്ഷ്യം. പ്രതിസന്ധികൾ മൂലം അന്ന് ലാൻഡ് ഫോൺ എന്ന ലക്ഷ്യം നടന്നില്ല. ഇന്ന് ലാൻഡ് ഫോണിന് പകരം മൊബൈൽ ഫോൺ ബൂത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈ പോയിട്ട് തിരിച്ചു വരാൻ അവർക്ക് ബുദ്ധിമുട്ടും ഒരു വണ്ടി കിട്ടാത്ത സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളൊരു ആശയം ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ തീരുമാനിച്ചു, നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലുള്ളവരെല്ലാം കൂടെ തീരുമാനിച്ചു ഒരു ലൈൻ ഫോൺ വാങ്ങിച്ചു വെച്ചാൽ നടക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ലൈൻ ഫോണിൻ്റെ അത് നമുക്കറിയില്ല. നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചു ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി ഇവിടെ അങ്ങ് സ്ഥാപിച്ചു. ഇത് തുടങ്ങിയിട്ടൊരു 18 വർഷം കഴിഞ്ഞു. രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ് പ്രവർത്തനം. ഓട്ടോറിക്ഷയുടെ സേവനം ആവശ്യമുള്ളവർക്ക് വിളിക്കാം. ഓട്ടോ സ്ഥലത്തെത്തും. വിളപ്പിൽശാല ഗവൺമെൻറ് ആശുപത്രി, ശാസ്താംപാറ ടൂറിസം കേന്ദ്രം, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്കാണ് പ്രധാന സർവീസ്. ആദ്യകാലത്ത് നാട്ടിൽ പലയിടങ്ങളിലായി ഓട്ടോ സ്റ്റാൻഡിൻ്റെ നമ്പർ പതിപ്പിച്ചിരുന്നു. ഇപ്പോൾ വിളപ്പിൽശാലക്കാർക്ക് സുപരിചിതമാണ് ഓട്ടോ ചേട്ടന്മാരുടെ നമ്പർ. അങ്ങനെ എല്ലാ സ്ഥലത്തും ഈ നമ്പർ പതിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും എല്ലായിടത്തും വിളിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ, ഈ സേവ ഇങ്ങനെയുള്ള സ്ഥാപനം എല്ലാം വിളിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേർക്ക് ഭയങ്കര ഉപയോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഓർമ്മയിൽ ഈ നമ്പർ ഇപ്പോൾ ഉണ്ട്. കാണാപ്പടം പോലെയാണ് ഇപ്പോൾ എല്ലായിടത്തും പതിഞ്ഞിട്ടുണ്ട്. 25ലധികം ഓട്ടോറിക്ഷകൾ ഓടുന്ന സ്റ്റാൻഡിൽ ഫോണിലൂടെ വരുന്ന വിളികളിലൂടെ മാത്രം ഓരോരുത്തർക്കും നിരവധി ഓട്ടമാണ് ലഭിക്കുന്നത്. കാലം കടന്നുപോയി. ടെലിഫോൺ ബൂത്തുകൾ അപ്രത്യക്ഷമായി. യാത്രാമാർഗത്തിന് പുതിയ സംവിധാനങ്ങൾ വന്നു. അപ്പോഴും ഒരു ഫോൺ വിളിയും കാത്ത് ഒരു കൂട്ടം ഓട്ടോ ചേട്ടന്മാർ വിളപ്പിൽശാലയിലുണ്ട്. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം എ വി ജയശങ്കർ, 24 തിരുവനന്തപുരം.